Oh. അത് പോയിക്കോട്ടെ. ഹലോ ഹലോ പാർവതി രാമചന്ദ്രൻ. കൂടി മോളുണ്ടോ? ഓക്കെ ഓക്കെ. രാവിലെ ബൂത്തിലൊക്കെ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. സ്ത്രീ വോട്ടർമാരൊക്കെ കാര്യമൊക്കെ കാണുന്നത് എങ്ങനെയാ കാണുന്നു? ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ് ഈ ഇലക്ഷനിൽ. അത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരാവേശകരമായ മുന്നേറ്റമാണ് ഓരോ ദിവസവും കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രത്യാശ. ഭൂരിപക്ഷം സംബന്ധിച്ചൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം 100-ലധികം സീറ്റെന്നാണ്. അതെ അതെ, അങ്ങനെ ഒരു കണക്കുണ്ടോ? ഞാനങ്ങനെ കൃത്യമായിട്ട് കണക്കുകൾ പറയുന്നില്ല, പക്ഷേ വളരെ ഇമ്പ്രസീവായിട്ടൊരു മാർജിൻ ഞങ്ങൾക്ക് കിട്ടും, ഭൂരിപക്ഷം കിട്ടും. അവസാന ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ പലതരം സംവാദം. കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് പോമോനെ വിജയ എന്ന് പറയുന്നു, മുഖ്യമന്ത്രി തിരിച്ച് ഒരു മറുപടി പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് താങ്കളൊക്കെ രാഷ്ട്രീയത്തിലെ മൂല്യത്തെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്നത്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെക്കുന്നത്. ഇത്തരം ഒരു സംവാദം, അതിന്റെ രീതിയൊക്കെ എങ്ങനെ കാണുന്നു? അത് ആര് എന്നുള്ള പ്രശ്നമല്ല. നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു സംയമനം പാലിക്കണം. നമ്മുടെ സമൂഹത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ എല്ലാ കാര്യത്തിലും പ്രതികരണം നടത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ട പണം കൊടുത്തുകൊണ്ട് വോട്ട് വാങ്ങുന്നൊരവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അധപ്പതിക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ പാലക്കാട്ടെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നത് ഇത് സംബന്ധമായിട്ട് കേസെടുത്തുന്നേ മനസ്സിലാക്കുന്നു. ഇലക്ഷൻ കമ്മീഷനും വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഞാൻ കാണുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പണത്തിൻ്റെ ആധിപത്യം തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ജനാധിപത്യത്തിൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടും. അത് ശരിയല്ല. അതിൻ്റെ അന്തസ്സത്ത നഷ്ടപ്പെടുന്ന ഒരു നിലപാടായിരിക്കും നാളെ വരാൻ പോകുന്നത്. ഇപ്പോൾ താങ്കൾ വോട്ട് ചെയ്യുന്നത് ഇവിടെ ചോമ്പാൽ, ഇവിടെ പതിവായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥലം വടകര. ഇതാണ് പ്രതിപക്ഷ നേതാവൊക്കെ പലപ്പോഴും പറയുന്നത് ഇത്തവണ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണ കിട്ടുന്നതാണ്. അങ്ങനെ കരുതുന്നുണ്ട് ഇത്തവണ CPM-ന്റെ കൂടി അല്ലെങ്കിൽ LDF-ന്റെ കൂടി ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നു? ഞാൻ ഇന്ന് മാത്രമല്ല, ഞാൻ എല്ലാ കാലത്തും ഇടതുപക്ഷമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വയം ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലാണ് വിശ്വസിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഏറ്റവും ഇടതുപക്ഷവാദിയായിട്ടൊരു നേതാവ് ഇനി ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. കറകളഞ്ഞ മതേതരവാദി, അതുപോലെ ജനാധിപത്യവാദി. ജനാധിപത്യത്തെ ഇന്ത്യൻ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാനല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതിലപ്പുറം എന്താ ഉള്ളത്? അദ്ദേഹത്തെ പോലെ ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾ എല്ലാ കാലത്തും അദ്ദേഹത്തെ പറയാറുണ്ട്. ഞാൻ ഇടതുപക്ഷവാദിയാണെന്ന് പറയാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷ വീക്ഷണമുള്ളതാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, വെള്ളം ചേർക്കാത്ത. ഇന്നത്തെ നോക്കിയാൽ ഇടതുപക്ഷം എന്ന് പറയും, കോർപ്പറേറ്റിസത്തിൻ്റെ കൂടെ പോവുകയും ചെയ്തതാണ്. ക്രോണി ക്യാപിറ്റലിസ്റ്റുകളാണ് ഇന്ന് പറയുന്നത് ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന കാര്യം. ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെയാണ് അവർ പോകുന്നത്. അത്തരം ആളുകൾക്ക് ഈ പറയുന്ന ഇടതുപക്ഷം എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാണ്ട് ധാർമ്മികമായ അവകാശം അവർക്കില്ല. ഈ പണം നൽകി വോട്ട് മേടിക്കുന്ന രീതി ശരിയല്ലെന്ന് താങ്കൾ പറഞ്ഞു. പാലക്കാട്ടെ അനുഭവം മാത്രമല്ല, ബേപ്പൂരിൽ ഉൾപ്പെടെ അവിടെ UDF-നെതിരെയാണ് ആക്ഷേപമുള്ളത്.
പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പണം നൽകിയെന്ന ആക്ഷേപം ഉൾപ്പെടെ ഉയർന്നു വരുന്നത്. അപ്പോൾ പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോഴും ഈ ഒരു പണത്തിന്റെ സ്വാധീനം വോട്ടർമാരെ വിലക്കെടുക്കാനുള്ള നീക്കമൊക്കെ ഒരു ഭാഗത്ത് എല്ലാവരുടെ ഭാഗത്തുനിന്നും കാണുന്നു. അത് സത്യത്തിലൊക്കെ നമുക്കറിയാമല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാറ് പണ്ട്. ഈ പറയുന്ന നമ്മൾ കൗ ബെൽറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് പണ്ട്, അതൊന്നും ഇപ്പോഴില്ല. ബീമാരു സ്റ്റേറ്റ്, ബീഹാർ, മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയാറ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ കേരളം പോകാൻ പാടില്ല, ഒരിക്കലും പോകാൻ പാടില്ല. നമ്മൾ കുറേയും കൂടി പ്രബുദ്ധമായ സംസ്ഥാനമാണ്, ഇന്ത്യക്കൂടെ മാതൃകയാണ്. നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് കേരള മോഡൽ എന്ന കാര്യം. കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മോഡൽ. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുക, രാഷ്ട്രീയ രംഗത്ത് സത്യസന്ധത പാലിക്കുക, പൊതുരംഗത്ത് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്, അതല്ലേ വേണ്ടത്. ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇടതുപക്ഷം ഞാൻ പുരപ്പുറത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ റിസൾട്ട് അനുകൂലമായാൽ ആര് നയിക്കണം, ആര് മുഖ്യമന്ത്രി ആവണം, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടോ? ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾക്കൊരു രീതിയുണ്ട്. ആ രീതി ഇത്തവണയും ഞങ്ങൾ അനുവർത്തിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാനാണ് മുഖ്യമന്ത്രി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. പാർട്ടി തീരുമാനിക്കും. ഹൈക്കമാൻഡ് ഓഫ് ദി പാർട്ടി, ദാറ്റ് ഈസ് ദ സുപ്രീം ബോഡി ഓഫ് ദി പാർട്ടി. ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതൊക്കെ ജനാധിപത്യ രീതിയിൽ തന്നെയായിരിക്കും. അല്ലാതെ ഒരു ഏകാധിപത്യ പ്രവണതയൊന്നും കോൺഗ്രസ് കാണിക്കാറില്ല. പക്ഷെ മുൻകാലങ്ങളിൽ ഭിന്നമായിട്ട് ഇക്കുറി ആ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗണിക്കപ്പെടുന്ന നേതാക്കൾ പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ടെന്നൊരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഒരു വലിയ ഡെമോക്രാറ്റിക് ലിബറൽ പാർട്ടിയല്ലേ. ആ പാർട്ടിയിലൊക്കെ തന്നെ അത്തരം അഭിപ്രായങ്ങളൊക്കെ തന്നെ വെച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ഏതായാലും ഞങ്ങളുടെ അഭിപ്രായം ആര് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ എന്നും സ്വാഗതം ചെയ്യുന്ന ആളാണ്. അല്ലാതെ നമുക്കെല്ലാം തന്നെ അറിയാമല്ലോ മറ്റു പാർട്ടികൾ നടക്കുന്നെന്താ, യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ഇപ്പം നോക്കൂ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസ്ഥാനം മുഴുവൻ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ. നോക്കൂ, ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമായിരിക്കുന്നു. അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ഒരു സമഗ്രാധിപത്യ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. പിണറായി വിജയനിൽ തുടങ്ങി പിണറായി വിജയനിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളിൽ. ഏതായാലും പശ്ചിമ ബംഗാളിലെ അവസ്ഥയിലേക്ക് പോകും അല്ലെങ്കിൽ ത്രിപുരയിലേക്ക് പോകും എന്ന് ഞാനിപ്പോൾ പറയുന്നത് ഔചിത്യം ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സത്യത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഒടുവിലത്തൊരു ഔട്ട് പോസ്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഈ ഔട്ട് പോസ്റ്റും പിണറായി വിജയൻ പൂട്ടിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പൂട്ടിക്കാൻ പോവാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പോട് പൂട്ടിക്കാൻ പോവാണ്. അതാണ് വല്ലാത്തൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഒരു ഇടതുപക്ഷം എപ്പോഴും വേണം. ഈ പറയുന്ന ഇടതുപക്ഷം ഇതുപോലത്തെ ഇടതുപക്ഷമല്ല. ഇടതുപക്ഷം ഇല്ല എന്താ നമ്മുടെ വലതുപക്ഷത്തിൽ കാണുകൊണ്ട് ഒരിക്കലും അല്ല. സ്ഥാനാർത്ഥിയായുള്ള തെരഞ്ഞെടുപ്പ് കാലം മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ സ്ഥാനാർത്ഥിയായി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാനോ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുണ്ടോ? എനിക്ക് ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത ആളാണ് കേട്ടോ. അതെ, എല്ലാം എപ്പോഴും എല്ലാവർക്കും മത്സരിക്കാൻ സാധിക്കില്ലല്ലോ, മനസ്സിലാക്കണോ? ഇതൊക്കെ തന്നെ പാർട്ടി തരുന്നൊരു അവസരമാണ്. അതൊരു അവസരത്തിന് വേണ്ടി ഞാൻ എവിടെയും പോയിട്ടില്ല. പാർട്ടി എന്നെ കണ്ടെത്തിക്കൊണ്ട് എവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും ഞാൻ ചാലഞ്ച് സ്വീകരിച്ച ആളാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സ്വർണ്ണത്തടിക്കൽ ഒരു സീറ്റ് തരണം ഞാൻ ആവശ്യപ്പെട്ടില്ല ആരോടും, ഒരു കാലത്തും ആവശ്യപ്പെട്ടില്ല. 1980 ഞാനിവിടെ മത്സരിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ. ആ കാലം തൊട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും എന്നെ വിളിച്ചുകൊണ്ടാണ് സീറ്റ് തരാറ്. ഞാനൊരു സീറ്റിനും എവിടെയും പോയിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു ജീവിത ശൈലി എന്നൊക്കെ പറയുന്നത്. രാഷ്ട്രീയ തത്വം അതാണ്. തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പ് പോകും. അതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞ ഒരു മഹത്തായ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുക, അമ്മയെപ്പോലെ സ്നേഹിക്കുക. അതാണ് നമ്മൾക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം LDFന്റെ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി താങ്കളുടെ കാര്യത്തിൽ വലിയ താല്പര്യത്തോടുകൂടി പറഞ്ഞിരുന്നു. താങ്കളെപ്പോലുള്ള വലിയ പ്രധാനപ്പെട്ട നേതാക്കളെ പരിഗണിച്ചില്ല. അതിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ മികച്ച നേതാക്കന്മാർ, MA ബേബി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളൊക്കെ കണ്ടംപററീസാണ്. ഞങ്ങളൊക്കെ ഒരുപാട് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ക്യൂബയിൽ പോയിട്ടുണ്ട്, ഞങ്ങൾ റഷ്യയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എന്താ പറയുക, ലോകത്തിലെ നേതാക്കന്മാരെ ഫിഡൽ കാസ്ട്രോയെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യാസർ അറാഫത്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾക്കുണ്ട്. എനിക്ക് ഇടതുപക്ഷ പാർട്ടിയിൽ നല്ല സുഹൃത്തുക്കളുണ്ട്, ഒന്നാന്തര സുഹൃത്തുക്കൾ. ഇപ്പോഴും ഞാൻ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന മികച്ച സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിലൊക്കെ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിണറായിയോട്ട് നല്ല ബന്ധമല്ലേ? നല്ല ബന്ധമാണ്. ഞങ്ങൾ തമ്മിൽ എന്താവുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കിയിട്ട് പറയും. അദ്ദേഹം അതുപോലെ ഉത്തരം പറയാറുണ്ട് എന്നോട്. അല്ലാതെ അയാളോട്ട് എനിക്കെന്നുള്ള വ്യക്തിപരമായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ എനിക്ക് വിയോജിപ്പുള്ള കാര്യം ഞാൻ ആ വിയോജിപ്പ് അതിൻ്റെ എല്ലാ അക്ഷരത്തിലും അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കിട്ടാൻ സംസാരിക്കുക. അല്ലാതെ പിറകിൽ നിന്ന് സംസാരിക്കുക, പിറകിൽ നിന്ന് കുത്തുക, ഇതൊന്നും എൻ്റെ ചരിത്രമല്ല.
യോജിപ്പുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ സമീപനങ്ങളൊന്നും ഇപ്പോൾ അംഗീകരിക്കില്ല. പണ്ടൊക്കെ തന്നെ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും അദ്ദേഹം കണ്ടംപററിയാണ്. ആ കാലം മുതലേ ഞങ്ങൾക്ക് നമ്മൾ നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള സമീപനങ്ങളൊക്കെ തന്നെ വളരെ മോശം. ഒരു മുതലാളിത്ത പാതയിൽ ഞാൻ ഈ പറയുന്ന ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമാണ് മുഴുവനുള്ളത്. ആരോഗൻസ്, ധാർഷ്ട്യം, ധിക്കാരം, അതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നേതാവിന് യോജിച്ചല്ല. എൻ്റെ വിയോജിപ്പ് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് നേരിട്ട് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.